കൊടുക്കണേ തന്നെ കുറച്ച് സേമിയ ഉപ്മാവ് കഴിക്കാൻ. അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുവാണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സേമിയ ഉപ്മാവാണ് കേട്ടോ. സേമിയ കൊണ്ട് ഉപ്മാവ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഒരു ടേസ്റ്റ് അറിയാം. വല്ലാത്ത ജാതി ടേസ്റ്റാണ് സേമിയൻ ഉപ്മാവ് കൊണ്ട്. നമ്മളെ മറ്റേ സാധാ ഉപ്മാവിലാറൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണയൊക്കെ ചട്ടിയിൽ ഒഴിച്ച് വെക്കുക. നമ്മളെ സാധാ ഉപ്മാവ് ഉണ്ടാക്കണ മാതിരി തന്നെ. പിന്നെ അതിക്ക് കടുക് ഇടുക, ഉള്ളി ഇടുക, എല്ലാം സാധാ ഉപ്മാവ് മാതിരി. പക്ഷേ ഇതിൽ കുറച്ച് വെജിറ്റബിൾ കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ അതേമാതിരി തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. തക്കാളിയും ചേർക്കുന്നുണ്ട് ഇതിക്ക്. അപ്പോൾ അതിന് ചട്ടി വെച്ചിട്ട് അതിക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ടുക്കണം. ഞാൻ കടലപ്പരിപ്പ് ഒന്ന് പൊട്ടി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളെ വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക. അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇതിൽ കുറച്ച് സാധാരണ ഉപ്മാവിന് ഇടുന്നതിലേറെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉള്ളി ഇതെല്ലാം ഒന്ന് ആയി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇടുന്നുണ്ട് ഇതിൽ. ശരിക്കും നമ്മളൊരു നൂഡിൽസ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കൊണ്ട്, ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർ ഒരിക്കലും നിങ്ങളോട് നൂഡിൽസ് ചോദിക്കൂല. അത്രയും ടേസ്റ്റാണ് നൂഡിൽസിൻ്റെ അതേ ഒരു ടേസ്റ്റ്. നമ്മളെ വർമാസല്ലി എന്നൊക്കെ പറയുന്ന ചെറിയ സേമിയ കൊണ്ട് ഉപ്മാവ് ഉണ്ടായി കഴിഞ്ഞാൽ രാവിലെയൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് ഉണ്ടാക്കി തരാൻ പറയും. അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മളെ സേമിയം വർമാസല്ലി. ഇത് ചെറിയ ചെറിയ പാക്കറ്റ് കേട്ടോ. 400 ഗ്രാമിൻ്റെ ഒരു 12 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ വെജിറ്റബിളും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ബീൻസ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, അതേമാതിരി ക്യാരറ്റ് ഉണ്ട്. ഇത് പാക്കറ്റ് വരുന്നതാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേമാതിരി കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ വാങ്ങിക്കൊണ്ടിരിക. പിന്നെ ഈ ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊള്ളുണ്ട്. അതാണ് പെട്ടെന്നായി കിട്ടും. മറ്റേതാകുമ്പോൾ പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പുതിർത്തി ഒന്ന് വേവിച്ചിട്ടേറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആവില്ല. അതിന് കുറച്ച് വേവ് കൂടുതലില്ലല്ലേ. ആ പച്ച ബീൻസ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കോളുണ്ട് ബിരിയാണിയിലൊക്കെ ഇടണേ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീൻസ് ഇട്ടിട്ടുണ്ടാക്കുക, ഗ്രീൻ പീസ് ഉണ്ടാക്കുമ്പോൾ ആ ഗ്രീൻ പീസ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനേട്ടോ. അപ്പം ഞാൻ തക്കാളിയും അതും ഇതെല്ലാം മൂത്തൊന്ന്, പച്ചക്കറി ഇപ്പോൾ അതിൽ വെജിറ്റബിൾ ഇട്ടൊക്കെ പെട്ടെന്ന് വേകുന്ന സാധനമല്ലേ. എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. സേമിയം കണ്ടോ നല്ല നുറുങ്ങ് ചെറുതായിട്ട് പൊടിയായിട്ട് വരുന്ന സേമിയം പാക്കറ്റ് വന്നതാണത്. പൊടിക്കേണ്ടെന്ന് ആവശ്യമില്ല. മറ്റേ നമ്മളെ നാട്ടിൽ വലിയ സേമിയ ഉണ്ടാകും, അതുണ്ടാവും. അതാണെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നമ്മളെ ഉപ്മാവിന് ഒഴിക്കണം അതേ കറക്റ്റിലുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ്. ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാധനമാണ്. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് മക്കൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നല്ല തിളച്ച് എല്ലാം വെന്ത് വരുന്നുണ്ട്. ആ വെന്ത് വരുമ്പോൾ അതിക്ക് സേമിയം ഇട്ട് കൊടുക്കുക. സേമിയം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സേമിയം വേവാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വേവൂലേ. അപ്പോൾ ഞാൻ സേമിയൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലൊരു കവർ നല്ലൊരു അടപ്പ് വെച്ചിട്ടൊന്നാണ് വെന്താക്കി വെച്ച് കഴിഞ്ഞാൽ ആ ദമ്മിലാണ് വെന്തോളും. അപ്പോൾ സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചോളും കേട്ടോ. നന്നായിട്ട് വലിയ തീയിൽ വെക്കരുത്.
മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് തീ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് അടച്ചു വെക്കുകയാണെങ്കിലോ പെട്ടെന്ന് ആവിയിൽ സാധനം വെന്ത് കിട്ടും. അപ്പോൾ വീഡിയോ കാണുന്ന മുത്തുമണികളൊക്കെ എല്ലാം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്കൊന്ന് അടിക്കൊണ്ടു, കമൻറ്റ് ഇടുകൊണ്ടു. ഇതൊക്കെ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കൊണ്ടു. നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നൂഡിൽസ് കഴിക്കണതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇതൊന്നും അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ആവിയിലുണ്ട് വന്നോളും. പിന്നെ തീ കൂടുതൽ ആവശ്യമില്ല ഇതിന്. കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയില്ലേ, നൂഡിൽസിൻ്റെ അതേമാതിരി ഇല്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ. ഒന്നുമില്ല, അധികം ഒന്നും വേണ്ട ആവശ്യമില്ല. സേമിയ ഉണ്ടെങ്കിൽ സേമിയ എടുക്കുക. പിന്നെ കുറച്ചൊരു ക്യാരറ്റ്, ബീൻസ് ഉണ്ടെങ്കിൽ ഒരു 3-4 ബീൻസ് കട്ട് ചെയ്തിടുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഗ്രീൻ പീസ്, ആ പച്ച ഗ്രീൻ പീസ് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ സാധാ ബീൻസ് ഗ്രീൻ പീസ് ആണെങ്കിൽ പട്ടാണിക്കടല അതാണെങ്കിൽ പിന്നെ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും കുറച്ച് നേരം ഒന്നുമല്ല, അത് വേണമെങ്കിൽ തന്നെ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും. കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. പച്ച ബീൻസ് ആകുമ്പോൾ പിന്നെ കുക്കറിലൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ കണ്ടോ നമ്മളെ സേമിയ ഉപ്മാവ് കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. ആരെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, വീഡിയോ കണ്ട് കമൻറ്റ് ഇടണേ. തിരിച്ചു വരുന്നതാണ്, എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് ഉണ്ടാവുന്നതാണ്. ആരുടെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ, ഞാൻ വന്ന് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരണ്ട്. അതുവരെ എല്ലാവരോടും ബൈ ബൈ.